ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെയായിരിക്കുന്ന സ്നേഹിക്കപ്പെട്ട എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും ശുശ്രൂഷകരായ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം പറയുന്നു. കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി സത്യത്തിലും ആത്മാവിലും ഉള്ള ആരാധന എന്ന വിഷയത്തെ സംബന്ധിച്ച് പുതിയ നിയമ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മാവ് എത്ര വിധമുണ്ട് എന്നും ആത്മാവിലെ ആരാധന എപ്രകാരമായിരിക്കുന്നു എന്നും സത്യം എത്ര വിധത്തിലുണ്ട് എന്നും സത്യത്തിലെ ആരാധന എപ്രകാരമായിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചും നമ്മൾ വചനത്തിലൂടെ പഠിക്കുകയുണ്ടായി. പഠിക്കുന്നത് നല്ലതും ഒന്നാമത്തേതുമായ ഒരു കാര്യമാണ്. എന്നാൽ രണ്ടാമത്തേത് വചനം അനുസരിക്കുകയും വചനം നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ ഉരുവായി അത് വളർന്നു വന്ന് അതിൻ്റെ അനുഭവത്തിലെ പൂർത്തീകരണത്തിലേക്ക് നാം നയിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഇതെല്ലാം നമുക്ക് അനുഭവമായി മാറുന്നതും നമുക്ക് രൂപാന്തരം സംഭവിക്കുന്നതും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പുതിയ നിയമ വേദസത്യങ്ങളിൽ രക്ഷിക്കപ്പെടുക എന്നുള്ളത് രക്ഷാജീവിതത്തിൻ്റെ അവസാനത്തെ കാര്യമല്ല, പിന്നെയോ രക്ഷാജീവിതത്തിൻ്റെ ആരംഭ പടിയാണ്. എന്നാൽ രക്ഷാജീവിതത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് പ്രതിഫലത്തിൻ്റെ ന്യായാസനത്തിലാണ്. രക്ഷാജീവിതത്തിൻ്റെ അവസാനം കുറിക്കുന്നത് പ്രതിഫലത്തിൻ്റെ ന്യായാസനത്തിലാണ്. രക്ഷിക്കപ്പെടുന്നത് ഈ ലോക ജീവിതത്തിൽ വെച്ച് ദൈവവചനത്താലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലും ദൈവകൃപയാൽ ദൈവത്തിൻ്റെ സമയത്ത് അത് നമുക്ക് ലഭിക്കുന്നു. വേർപാടുകാരായ നമ്മൾ ജനങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2:37 മുതൽ 42 വരെ പറയുന്ന അടിസ്ഥാന ഉപദേശങ്ങൾ പഠിക്കുകയും അനുസരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ആത്മീക ജീവിതത്തിൻ്റെ അവസാനമല്ല അതെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആത്മീക ജീവിതത്തിൻ്റെ ആരംഭമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. അടിസ്ഥാന ഉപദേശങ്ങൾ അനുഭവിക്കുമ്പോൾ ആത്മീക ജീവിതത്തിൻ്റെ ആരംഭമാണെങ്കിൽ അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് കുഞ്ഞാടിൻ്റെ കല്യാണ മഹോത്സവത്തിലാണ്. അത്രത്തോളമുള്ള ഒരു ദൈർഘ്യം രക്ഷാജീവിതത്തിന് ആത്മീക ജീവിതത്തിന് ഉണ്ട് എന്ന് നമ്മൾ അറിയുമ്പോഴാണ് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചുള്ള ബോധം നമുക്ക് വരുന്നത്. മൂന്നാമത്, രക്ഷാജീവിതം പ്രതിഫലത്തിൻ്റെ ന്യായാസനത്തിൽ അവസാനിക്കുന്നു എന്ന് നാം പറയുമ്പോൾ പഠിക്കുമ്പോൾ പ്രതിഫലത്തിൻ്റെ ന്യായാസനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന 1 കൊരിന്ത്യർ 3:10 മുതൽ 15 വരെയുള്ള വേദഭാഗം നമുക്ക് സുപരിചിതമാണ്. അവിടെ പ്രതിഫലം നഷ്ടപ്പെടുകയും പ്രതിഫലം അവർക്കോ ഛേദം വരും, പ്രതിഫലം നഷ്ടപ്പെടുകയും പിന്നീടുള്ളതായിരിക്കുന്ന ഭാഗ്യപദവികൾ അനുഭവിക്കാൻ കഴിയാത്തവരായി മാറ്റപ്പെടുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കും. അവിടെ വെച്ച് പിന്നെയും അവസാനമായി പ്രാപിക്കേണ്ട കുഞ്ഞാടിൻ്റെ കാന്ത പദവിയിലേക്ക്
മാറ്റപ്പെടുന്നതിനുള്ള തടസ്സങ്ങൾ ഈ ലോക ജീവിതത്തിൽ തന്നെയാണ് ആരംഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കുറേ കൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഭയത്തോടും വിറയലോടും കൂടെ പ്രവാസകാലം കഴിച്ചുകൂട്ടണമെന്ന് അപ്പോസ്തലൻ ഓർപ്പിച്ചതുപോലെ നാം അതിനെക്കുറിച്ച് കാര്യഗൗരവമുള്ളവരായി തീരേണ്ടതാണ്. ദൈവകൃപയാൽ ദാനമായി നമുക്ക് തന്നിരിക്കുന്ന രക്ഷ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. എന്നാൽ നാം പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും കഷ്ടം സഹിച്ചും ത്യാഗം സഹിച്ചും നമ്മുടെ പ്രാണനെ പോലും വിലയേറിയതായി എണ്ണാതെ യേശുക്രിസ്തുവിന് വേണ്ടി ജീവനെ പോലും സമർപ്പിച്ചുകൊണ്ട് ത്യജിച്ചുകൊണ്ട് ജീവിക്കേണ്ട ക്രിസ്തീയ ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ പ്രതിഫലം പ്രാപിപ്പാനായിട്ട് പറ്റുകയുള്ളൂ. അത് നാം ചെയ്യുന്നതിൽ വിമുഖത കാണിച്ചാൽ സകല പ്രതിഫലവും നഷ്ടപ്പെട്ടവരായി നമ്മൾ മാറും എന്ന് നമ്മൾ അറിയേണ്ടതാണ്. ഇന്നലെ നിങ്ങൾ ചിന്തിച്ചതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിൽ 6.5 ദിവസം കൊണ്ട് ഈ കാണുന്ന സകല സൃഷ്ടികളും നടത്തി ഈ ആകാശഭൂമിയെയും ദൈവത്തിന് വേണ്ടി ദൈവത്തിന് പകരക്കാരായി അടക്കി ഭരിപ്പാൻ, സന്താന പരമ്പരകളെ കൊണ്ട് നിറയ്ക്കുവാൻ, സൃഷ്ടാവായ ദൈവത്തിൻ്റെ തേജസ് ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ മനുഷ്യനെ സൃഷ്ടിച്ച് നിയമിച്ചാക്കി എന്നുള്ള പരമാർത്ഥം നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുതെന്ന് പറഞ്ഞ ആ കൽപ്പനയെ ലംഘിച്ചതുകൊണ്ട് മനുഷ്യന് നൽകപ്പെട്ട ദൈവിക അധികാരങ്ങളും അതുപോലെ അവകാശങ്ങളും നാം നഷ്ടപ്പെടുത്തി. അത് സാത്താൻ പിടിച്ചുപറ്റി അവൻ ലോകത്തെ വാഴുന്ന ദുഷ്കരമായ അവസ്ഥയിലേക്ക് കടന്നു വന്നു. എന്നാൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്നവരായി നിത്യജീവൻ പ്രാപിച്ചവരായിട്ടുള്ള ദൈവമക്കളെ കൊണ്ട് വീണ്ടും ഏദനിൽ വെച്ച് നഷ്ടമായതൊക്കെയും വീണ്ടെടുപ്പിലൂടെ തിരിച്ചു തന്ന് നമ്മെ ശ്രേഷ്ഠരാക്കുവാൻ കർത്താവായിരിക്കുന്ന യേശു ഏദൻ തോട്ടത്തിലെ കൽപ്പന ലംഘനത്തിന് ശേഷം 4000 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിൽ കടന്നു വന്ന് നമുക്ക് രക്ഷയും നിത്യജീവനും നേടി തൻ്റെ കാന്തയെ ഒരുക്കിയിട്ട് 2011 കൊല്ലം ആയ അവസരത്തിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നു. നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷഫലത്തോട് ബന്ധപ്പെട്ട് എന്നേക്കും ജീവിക്കുന്ന ജനതതി, അതായത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള കാലഘട്ടം പരിശോധിക്കുമ്പോൾ ആ ജനം എതിർ ക്രിസ്തുവിൻ്റെ വധുവായ മർമ്മം മഹദിയാം ബാബിലോണായി രൂപാന്തരപ്പെട്ടു വരുമെന്ന് കാണുന്നു. എന്നാൽ നഷ്ടപ്പെട്ടു പോയ നിത്യജീവൻ ക്രിസ്തുവിൽ കൂടി അവകാശപ്പെടുത്തി ക്രിസ്തുവിനെ അനുഭവിച്ച് അവനെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്ന് ജീവനിൽ മുമ്പോട്ട് പോകുന്നവര് പുത്തനാം യെരൂശലേം എന്ന സവിധത്തിലായിരിക്കുമെന്നും വെളിപ്പാടിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഈ തരുണത്തിൽ നാം പ്രാപിച്ച ആത്മീക അനുഭവങ്ങൾ, നാം പ്രാപിക്കേണ്ട ആത്മീക അനുഭവങ്ങൾ, നാം പഠിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ, നാം പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ, അത് മുഖാന്തരം നമുക്കുണ്ടാകേണ്ട അനുഭവങ്ങളെല്ലാം അത് വളരെ സത്യസന്ധമായി വ്യക്തമായി യാഥാർത്ഥ്യമായി തീരുന്നില്ലെങ്കിൽ മരുഭൂമിയിൽ പട്ടുപോയ ഇസ്രായേൽക്കാരെ പോലെ മിസ്രയും വിട്ടവരും കനാൻ അവകാശപ്പെടുത്താത്തവരുമായി തകർന്നു പോയവരെ പോലെയുള്ള ദുഷ്കരമായ ഒരവസ്ഥ നമുക്കുമുണ്ടാകുമെന്ന് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ഉടനീളം പറയുന്നുണ്ടെങ്കിലും 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, നമുക്കോ അതിബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മെ താക്കീത് ചെയ്യുന്നുണ്ട്.
ഈ പറഞ്ഞു കേട്ട ആമുഖ വിഷയങ്ങളോടുള്ളതായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ക്രിസ്തു ആഗ്രഹിക്കുന്ന പോലെ നാം ആയിത്തീരുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിലേക്ക് പുതിയ നിയമത്തിൽ കൊലോസ്യ ലേഖനത്തിൽ 2-3 അധ്യായത്തിൽ നിന്ന് 3-4 പോയിന്റുകളായി ചില വിഷയങ്ങൾ ഓർപ്പിച്ച് ഇന്ന് സന്ധ്യാസമയത്തെ വചനചിന്തയും അവസാനിപ്പിക്കാമെന്ന് കർത്താവിൽ ആഗ്രഹിച്ച് ആശ്രയിക്കുന്നു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യം നമുക്ക് ആദ്യമായിട്ട് വായിച്ചു കേൾക്കാം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പേ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വരിപ്പേ. മതി. ഇതിനു മുമ്പും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഒരു ദൈവ പൈതലിൻ്റെ ആരംഭത്തെ, രക്ഷയുടെ ആരംഭത്തെക്കുറിച്ച്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പുത്രനിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്, പുത്രനിൽ വിശ്വസിക്കാത്തവൻ ജീവനെ കാണുകയില്ല എന്നുള്ള ആ വചനം നിവർത്തിക്കുന്നതായി പറയുന്നത്. അത് ഞാൻ പോയിന്റുകളായി ഓർപ്പിക്കുന്നു. 1, കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊള്ളുക. അതാണല്ലോ ആദ്യത്തെ അനുഭവം. ഞാൻ ഓർപ്പിച്ചതുപോലെ പാപത്തിൽ നിന്ന് മോചനം തരുന്നവനും അങ്ങനെ മോചനം പ്രാപിച്ച ആളുകളെ പിന്നെ ഭൗതികമായും ശാരീരികമായും എല്ലാ നിലകളിലും ലോകത്തിലുള്ള ലോകമനുഷ്യരെക്കാൾ വളരെ ഉയർന്ന അനുഭവത്തിൽ പരിപോഷിപ്പിച്ച് ഭൗതിക നന്മകളാൽ മാത്രം നിറയ്ക്കുന്നവനായ, അനുഗ്രഹിക്കുന്നവനായ ഒരു യേശുവിൻ്റെ കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചാണ്. അവൻ യേശുവാണ്, അവൻ ക്രിസ്തുവാണ്, അവൻ കർത്താവാണ്. അങ്ങനെ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച ലോകത്ത് കാണുന്ന ദൈവമക്കളുടെ കൂട്ടങ്ങൾ, ദൈവസഭകളുടെ കൂട്ടങ്ങൾ, അതല്ല ഞാൻ ഉദ്ദേശിച്ച വിഷയം. കർത്താവിനെ അറിയേണ്ട പോലെ, അറിഞ്ഞ് വിശ്വസിക്കേണ്ട പോലെ വിശ്വസിച്ച് അവനിൽ ആയിത്തീരേണ്ടതുപോലെ ആയിത്തീർന്ന ജനത്തെ കുറിച്ച്, അനുഭവത്തെക്കുറിച്ച് പറയുന്ന വാക്ക്. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ട പോലെ. അതുകൊണ്ട് 1, യേശുവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാലും അത് പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്ന് ഞാൻ ഓർപ്പിച്ചതാ. കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊള്ളുക. 2, കൈക്കൊണ്ട ആ യേശുവിൻ്റെ കൂട്ടായ്മയിൽ ജീവിക്കുക. 2, നിങ്ങൾ കൈക്കൊണ്ട കർത്താവും ക്രിസ്തുവും യേശുവുമായിരിക്കുന്ന ആ വ്യക്തിയുടെ, ദൈവപുത്രൻ്റെ ആ കൈക്കൊണ്ട അവൻ്റെ കൂട്ടായ്മയിൽ നാം ആയിരിക്കുക. 1 യോഹന്നാൻ്റെ 1-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ അത് പറയുന്നുണ്ട്. ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ അറിഞ്ഞതും ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾ അനുഭവിക്കുന്നതുമായ കാര്യങ്ങൾ നിങ്ങളോട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ ക്രിസ്തുവിനോടുമാകുന്നു. ആ കൂട്ടായ്മയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കൂട്ടായ്മ തന്നെ ദൈവമക്കൾക്ക് ഒരുപിടി വിഷയങ്ങളിൽ ഉണ്ടാകണം എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് കൂട്ടായ്മയിൽ നടക്കുക. മാത്രമല്ല ആ കർത്താവായ ക്രിസ്തു യേശുവിൽ വേരൂന്നി ആത്മീക വർധന പ്രാപിക്കുക. കർത്താവായ ക്രിസ്തു യേശുവിൽ വേരൂന്നി ആത്മീക വർധന പ്രാപിക്കുക. കർത്താവായ ക്രിസ്തു യേശുവിൽ വേരൂന്നിയാൽ പാപത്തിൽ നിന്നുള്ള രക്ഷ മാത്രമല്ല, മോചനം മാത്രമല്ല, വിടുതൽ മാത്രമല്ല, പിന്നെയോ ക്രിസ്തുവിൽ കൂടിയുള്ള വളർച്ചയും. കർത്താവായിട്ട് എന്നേക്കും അവനെ നമ്മുടെ ഹൃദയത്തിൽ വാഴിച്ചുകൊണ്ട് അവൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെട്ട് നാമല്ലാതായി തീർന്ന് യേശു നമ്മിൽ മുഴുവനായിത്തീരുന്ന അനുഭവം ഉണ്ടാകുന്നതിനാണ് അവനിൽ വേരൂന്നി, മുകളിൽ പറഞ്ഞ യേശുവിൽ വേരൂന്നി ആത്മീക വർധന പ്രാപിക്കുക. അടുത്തത്, നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം.
അപ്പോസ്തോലികമായ ഉപദേശത്തിന് ഒത്തവണ്ണം, പത്യോപദേശത്തിന് ഒത്തവണ്ണം, ആകാശഭൂമി മാറിയാലും മാറിപ്പോകുക ഇല്ല എന്ന് കർത്താവ് ഓർപ്പിച്ചുണർത്തിയ നിത്യജീവന്റെ വചനമനുസരിച്ച് എന്നർത്ഥം. വിശ്വാസത്തിൽ ഉറയ്ക്കാൻ, അവനവൻ്റെ വിശ്വാസത്തിൽ ഉറയ്ക്കാനല്ല. നമ്മൾ ഈ ക്രിസ്ത്യാനികളുമായിട്ട് സംസാരിക്കുമ്പോൾ തൻ്റെ വിശ്വാസം തന്നെ അവസാനം പറഞ്ഞു പിരിയണത്, തൻ്റെ വിശ്വാസം തന്നെ പൊറുപ്പിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ നിന്റെ വിശ്വാസം നിന്നെ പൊറുപ്പിക്കും, എൻ്റെ വിശ്വാസം എന്നെ പൊറുപ്പിക്കും, അവൻ്റെ വിശ്വാസം അവനെ പൊറുപ്പിക്കും, എല്ലാവൻ്റെയും വിശ്വാസം അവനെ പൊറുപ്പിക്കും. അങ്ങനെ പൊറുപ്പിക്കണതില്ല, അതൊരു പഴഞ്ചൊല്ല. കർത്താവിനെ കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചുമുള്ള ഒരു ചൊല്ലായിട്ട് മാറിയത്. അങ്ങനെ വല്ലതും ബൈബിളിലുണ്ടോ? ഇല്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വിശ്വാസം എന്താണെന്നും ആരിലാകുന്നുവെന്നും പറഞ്ഞിട്ട് അവസാനിപ്പിക്കുമ്പോഴാണ് അതങ്ങ് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചിരിക്കണം. കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ എന്ന് ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. യൂദായുടെ ലേഖനത്തിൽ പറഞ്ഞു, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി ദിനംതോറും പോരാടിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചിരിക്കണം. അടുത്തത് സ്തോത്രത്തിൽ കവിഞ്ഞുമിരിക്കണം. ഇപ്പം എങ്ങനെയാ സ്തോത്രം വരേണ്ടതെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ആദ്യം സ്തോത്രമാണോ? ആണോ? കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊള്ളുക, അവൻ്റെ കൂട്ടായ്മയിൽ ജീവിക്കുക, അവനിൽ വേരൂന്നി ആത്മീക വർധന പ്രാപിക്കുക, അപ്പോസ്തോലിക ഉപദേശം പോലെ വിശ്വാസത്തിൽ ഉറച്ചുറച്ചു വരിക. ഈ അനുഭവത്തിൽ നിന്ന് എപ്പോഴും എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്യാൻ കഴിയുന്ന സ്തോത്രത്തിൻ്റെ കാര്യമാണ് സ്തോത്രത്തിൽ കവിഞ്ഞു വിരിപ്പിൻ. ആ അനുഭവമില്ലാതെ തത്തമ്മ പൂച്ച പൂച്ച എന്ന് പഠിപ്പിച്ചാൽ, തത്തമ്മ എന്ന് വിളിക്കുമ്പോൾ അത് മരിക്കുന്നിടം വരെ തത്തമ്മ പൂച്ച പൂച്ച എന്ന് തിരിച്ചിങ്ങോട്ട് പറയുന്ന പോലെ പറയണത് എന്നാന്ന് തത്തയ്ക്കും അറിയാൻ മേല, നമുക്കും അറിയാൻ മേല. അങ്ങനത്തെ ഒരു സ്തോത്രമല്ല, അധരജൽപ്പനമല്ല, അകത്ത് നിന്ന് വരുന്ന ആ സംസാരമാണ്. അതാ സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നെ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രാരംഭമായ അനുഭവങ്ങൾ എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ട്? എണ്ണിക്കോ. കർത്താവായ യേശുവിനെ കൈക്കൊള്ളുക, അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുക, അവനിൽ വേരൂന്നുക, അവനിൽ ആത്മീക വർധന പ്രാപിക്കുക, ഉപദേശത്തിനൊത്തവണ്ണം ജീവിക്കുക, വിശ്വാസത്തിൽ ഉറച്ചിരിക്കുക, സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുക. ഒന്നായിട്ട് പറഞ്ഞതൊക്കെ ഞാൻ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ എത്രയായി? 6. 6 കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഇത് ആരംഭ അനുഭവമായിട്ട് ഇരിക്കട്ടെ. അതിനുശേഷം ഇരുപതാമത്തെ വാക്യം, 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ, ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്താണ് ഈ പറയുന്നത്? ആ 6 കൂട്ടം അനുഭവം പ്രാപിച്ചതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ പിന്നീട് 14-ാമത്തെ വാക്യം മുതലായി ഈ പറയുന്ന കാര്യം പറയുന്നത്, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഈ പറയുന്ന കാര്യം എന്താ? അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു, അതാണ് പാപത്തിന്റെ മോചനം. അടുത്തത്, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെടുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഈ പറയുന്നത് എന്താ? നിങ്ങൾ മറുപടി പറഞ്ഞാട്ടെ. ഈ പറയുന്ന കാര്യം, പാപത്തിന്റെ കാര്യം, അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞു.
ഇവിടെ പറയുന്ന കാര്യം എന്താ? ന്യായപ്രമാണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ന്യായപ്രമാണം. അതിനെക്കുറിച്ച് ഇവിടെ എങ്ങനെയാ പറഞ്ഞേ? ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്താണ്. അതിനകത്തെ ചട്ടങ്ങൾ നമുക്ക് വിരോധവും പ്രതികൂലവുമാണ്. അത് മായിച്ചു കഴിഞ്ഞു. ആ കയ്യെഴുത്ത് മായിച്ചു. എന്നിട്ട് ആ കയ്യെഴുത്തിനെ എന്തു ചെയ്തു? ക്രൂശിച്ച്, അല്ലേ? ക്രൂശിൽ തെറിച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ന്യായപ്രമാണത്തെ തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞു. അവനിൽ വിശ്വസിച്ച നമ്മളെ ന്യായപ്രമാണം സംബന്ധിച്ച് മരിപ്പിച്ച് നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാ അവിടെ പറയുന്നത്. അടുത്ത 15-ാമത്തെ വാക്യം വേറെ കാര്യമാണ്. പാപവും ന്യായപ്രമാണവുമല്ല, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യകാഴ്ചയാക്കി. തൻ്റെ ക്രൂശ് മരണത്താൽ അതിക്രമങ്ങൾക്ക് മോചനം തന്നു. ന്യായപ്രമാണത്തെ നീക്കിക്കളഞ്ഞു. അന്ധകാര ശക്തികളിൽ നിന്ന് ദൈവം നമ്മെ, സാത്താന്റെയും സൈന്യത്തിൻ്റെയും ആധിപത്യത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു. അവരെ ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ നമുക്ക് ജയം തന്നവരാക്കി തീർത്തു. ഈ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ യേശുവിനെ കൈക്കൊണ്ടവൻ്റെ കൂട്ടായ്മയിൽ നടക്കുന്ന 6 വിഷയങ്ങളുടെ അനുഭവങ്ങൾ എപ്രകാരമാണ് പ്രാപ്യമാക്കി തന്നതെന്നാണ് 8-ാമത്തെ വാക്യം മുതൽ ഇങ്ങോട്ട് പറഞ്ഞു പോരുന്നത്. എന്നിട്ട് 14-15 വാക്യങ്ങളിലൂടെ 3 കാര്യങ്ങൾ ആണ് അവിടെ നമ്മോട് പറയുന്നത്. അതിക്രമങ്ങൾ നമുക്ക് മോചിച്ചു തന്നു, ന്യായപ്രമാണത്തെ ക്രൂശിൽ വെച്ച് നീക്കിക്കളഞ്ഞു, അന്ധകാര ശക്തികളുടെ മേൽ അവയെ കൂത്തുകാഴ്ചകളാക്കി നമുക്ക് ജയവും കർത്താവ് നൽകി തന്നു. ഇത്രത്തോളമുള്ള അനുഭവങ്ങൾ തന്നു എന്ന് എടുത്തെടുത്ത് പറയുകയാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞതായിട്ടുള്ള ആ അനുഭവങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞപ്പോൾ കാൽവറി ക്രൂശിലൂടെ നമുക്ക് നടത്തി തന്ന രക്തത്താലുള്ള വീണ്ടെടുപ്പ് അല്ലെങ്കിൽ കഴുകൽ അല്ലെങ്കിൽ ശുദ്ധീകരണം, അത് മുഖാന്തരമായിട്ട് പ്രധാനമായി എത്ര കാര്യം നേടിത്തന്നെന്നാണ് ഇവിടെ പറഞ്ഞത്. പാപത്തിൽ നിന്നുള്ള വിടുതൽ, ന്യായപ്രമാണത്തിൽ നിന്നുള്ള വിടുതൽ, അന്ധകാര ശക്തികളിൽ നിന്നുള്ള വിടുതൽ. ഇനി ന്യായപ്രമാണത്തിൻ്റെ കാര്യമാണ് പറയുന്നതെന്ന് 16-ാമത്തെ വാക്യം മുതൽ നമുക്കറിയാം. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഈ വിഷയത്തിലെ ആ വിശുദ്ധിയും വേർപാടും ഒക്കെ അങ്ങ് മാറ്റി വെച്ചേച്ച് വേറെ വല്ല കാര്യവും ഗൗരവമുള്ള കാര്യം നോക്കാനായി പറയുന്നത്. ഇനി ഭക്ഷണപാനങ്ങൾ എന്നതാ, പെരുന്നാളും വാവും ശബത്തും ഒക്കെ എങ്ങനെയാ? ഈ വക കാര്യങ്ങളൊക്കെ ഏതിലുള്ളതാ? ന്യായപ്രമാണത്തിലുള്ളതാ. ന്യായപ്രമാണം മാറ്റിയിട്ട് പിന്നെ ഈ കാര്യങ്ങൾ തർക്കങ്ങളായിട്ടും വാദങ്ങളായിട്ടും പ്രതിവാദങ്ങളായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ അതിൻ്റെ മുകളിൽ 8-ാമത്തെ വാക്യം, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾക്കൊത്തവണ്ണം. എന്താണ് ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾ? ന്യായപ്രമാണം തന്നെ. ഒത്തവണ്ണമല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമുള്ളതല്ല. നോക്കിക്കേ, അതവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ ഇനി വിധിക്കാനിടയാകരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്തറ്. പൊരുള് വന്നാൽ നിഴലിൻ്റെ പുറകെ പോണോ പിന്നെ? എന്നാൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ, പ്രത്യേകിച്ച് ദൈവമക്കൾ എന്ന് പറയുന്നവർ, ദൈവസഭക്കാരെന്ന് പറയുന്നവർ, പൊരുളായ ക്രിസ്തു വന്നിട്ട് 2011 കൊല്ലമായെങ്കിലും അവനിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടുവെന്ന് പറയുകയും എന്നാൽ പിന്നെ എന്തിൻ്റെ പുറകെ പോവുകയും ചെയ്യുന്നു? നിഴലിൻ്റെ പുറകെ പോവുകയും ചെയ്യുന്നു. ഏതാ നിഴൽ? ന്യായപ്രമാണം. ന്യായപ്രമാണം വെറും നിഴലായിരുന്നു. പൊരുൾ വരുന്നിടം വരെ അതിന് പ്രസക്തിയുള്ളൂ. പൊരുളായ ക്രിസ്തു ക്രൂശിൽ അത് നീക്കിക്കളഞ്ഞു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞെന്നാ ഓർക്കുന്നത്. പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകങ്ങൾ എന്ന പേര് തന്നെ 5 എണ്ണത്തിനുണ്ട്.
5 ന്യായപ്രമാണം മാത്രമല്ല, പുസ്തകം വേദപണ്ഡിതന്മാർ തിരിച്ചപ്പോൾ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്ന് പറയുന്ന 5 പുസ്തകങ്ങളെ എന്ത് പേര് കൊടുത്തു? ന്യായപ്രമാണ പുസ്തകങ്ങളെന്ന്, മോശയുടെ പഞ്ചപുസ്തകങ്ങളെന്നോ ന്യായപ്രമാണ പുസ്തകങ്ങളെന്നോ അങ്ങ് പേര് കൊടുത്തു പോയി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അതിനകത്താണ് ന്യായപ്രമാണത്തിൻ്റെ സമ്പൂർണ്ണമായ കാര്യം കിടക്കുന്നത്. ഉൽപ്പത്തിയിലെ ന്യായപ്രമാണത്തിൻ്റെ കാര്യമില്ല. പിന്നെയോ പുറപ്പാട് മുതലാണ്, അല്ലേ? പുറപ്പാട് മുതലാണ് അത് തുടങ്ങുന്നത്. പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇതിലെല്ലാം ആവർത്തിച്ചിട്ടുണ്ട്. പുറപ്പാടിൽ അത് ആരംഭിച്ചു. അതാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ന്യായപ്രമാണം വെറും നിഴലാണ്. അതെന്തിനെ കാണിക്കുന്നതായിരുന്നു? പൊരുളായ ക്രിസ്തു വരുന്നത് വരെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുന്ന ശിശുപാലകനാണ്. ശിശുപാലകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കൊച്ചു നോട്ടക്കാരൻ, കൊച്ച് നോക്കുന്നയാള്. അവകാശി സർവത്തിനും യജമാനനെങ്കിലും, അങ്ങനെയാ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്. ദൈവത്തിൽ നിന്ന് വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഭവനാവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമാണ്. എന്നാൽ അവകാശി സർവത്തിനും, പിതാവിൻ്റെ സർവത്തിനും അവകാശിയെങ്കിലും ഈ ആള് ശിശുവായിരിക്കുന്നിടത്തോളം നാള് ഒരു ദാസനേക്കാൾ ഒട്ടും വിശേഷതയില്ല. എന്നാൽ ശിശുവായിരിക്കുന്ന ഈ അവസരത്തിൽ പല കാര്യത്തിലും ഇവനേക്കാൾ ഭേദം ആര് തന്നെയാ? ദാസനാ. അവൻ പ്രായപൂർത്തിയായവനാ, പക്ഷെ ആളാരാ? ദാസനാ. ഇത് കൊച്ചാ, പക്ഷേ ഇത് ദാസനാണോ? അല്ല, ഇത് അവകാശിയാ. കാരണം എവിടെ നിന്ന് ജനിച്ചതാ? ദൈവത്തിൽ നിന്ന് ജനിച്ചതാ. ദൈവത്തിൽ നിന്ന് ജനിച്ച ഓരോരുത്തരും ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ അവകാശിയും സാക്ഷാൽ ആദ്യജാതനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമാ. എന്നാൽ പറയുകയാണ്, ഈ അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം നാൾ ദാസനേക്കാൾ ഒട്ടും മേന്മയുള്ളവനല്ല. അതുകൊണ്ട് ദാസനെ വളർത്താൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. വളർത്തി ഈ കൊച്ചു പ്രായപൂർത്തിയാകുമ്പോൾ ഇനി ദാസന്റെ ആവശ്യമുണ്ടോ? ഇനി പ്രായപൂർത്തി ആയപ്പോൾ അവൻ ദാസനെ പോലെയാണോ? അല്ല. ഈ വീട്ടിലെ ഉടമസ്ഥന്റെ മകനാണ്, അല്ലേ? പിതാവായ ദൈവത്തിൻ്റെ മകനാണ്. അപ്പോ ഈ ദാസൻ കൊച്ചു വളർത്ത് നടത്തിയതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച ദൈവമക്കളെ എങ്ങോട്ട് നടത്തുന്നതാണ്? യേശു ക്രിസ്തുവിലേക്ക് നടത്തുന്നതാണ് എന്ന് പൗലോസ് പറഞ്ഞു കൊടുത്തു. വീണ്ടും ജനിച്ച ദൈവമക്കൾ എന്ന് പറയുമ്പോൾ സഭാമക്കളെയല്ല ഉദ്ദേശിച്ചത്. പഴയ നിയമത്തിലായാലും വീണ്ടും ജനനം കൂടാതെ ഇവിടെ ചെല്ലത്തില്ല, ദൈവസന്നിധിയിൽ ആരും ചെല്ലത്തില്ല. എന്നാൽ പഴയ നിയമത്തിലെ വീണ്ടും ജനനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഏത് പ്രമാണത്തിലൂടെയാ അവരെ വീണ്ടും ജനിപ്പിച്ചുകൊണ്ടിരുന്നത്? ന്യായപ്രമാണത്തിലൂടെയാ. അതുകൊണ്ട് ന്യായപ്രമാണത്തിലായിരുന്ന ആളുകൾ മുഴുവൻ ദൈവരാജ്യത്തിൽ വരുന്നത് ന്യായപ്രമാണത്തിലൂടെയാ കടന്നു വരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പുതിയ നിയമ ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കുന്നവര് ക്രിസ്തുവിലൂടെ എങ്ങോട്ട് പോകുന്നു? സ്വർഗത്തിലേക്ക് പോകുന്നുവെങ്കിലും അവരുടെ അവസ്ഥയെ വിട്ട് ക്രിസ്തുവിൻ്റെ കാന്താപദവിയിലേക്ക് പോകുന്നു. അതുകൊണ്ട് ന്യായപ്രമാണം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യുന്ന ഉപകാരം, പാപം എത്രയുണ്ട്, അതിൻ്റെ കടുപ്പം എത്രയുമുണ്ട്, പാപത്തിൻ്റെ പരിജ്ഞാനം തരാൻ ഫസ്റ്റാണ്, നല്ലതാണ് എന്ത്? ന്യായപ്രമാണം. അതുകൊണ്ട് ശിശുപാലകന ക്രിസ്തുവിലേക്ക് വഴി നടത്തപ്പെടുന്ന, നീ പാപിയാണ്, നിന്റെ പാപം ഇന്നതാണ് എന്നൊക്കെ പാപത്തിൻ്റെ പട്ടിക പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ നാം പാപിയാണെന്നും നമുക്ക് ഒരുപിടി പാപമുണ്ടെന്നുമുള്ള ഒരു ബോധം വന്നാൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ന്യായപ്രമാണത്താൽ പാപത്തിന് പരിഹാരം വരുത്താത്തത് കൊണ്ട് രക്ഷാപരിജ്ഞാനം നൽകാൻ യോഹന്നാൻ വന്ന് അവരെ രക്ഷാപരിജ്ഞാനം കൊടുത്തപ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാർ ഇതാ ലോകത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ തൻ്റെ ശിഷ്യന്മാർ ഓരോരുത്തരും യേശുവിൻ്റെ ശിഷ്യന്മാരായി മാറാൻ തുടങ്ങി. അങ്ങനെ അവർ ക്രിസ്തുവുമായി ബന്ധപ്പെട്ടു വന്നു. അതുകൊണ്ടാണ് ശിശുപാലകനാണ് എന്ന് പറഞ്ഞത്. വരുവാനിരുന്നവയുടെ നിഴലത്രേ ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ദേഹം ദേഹി ആത്മാവ് എന്നുള്ളത് ആർക്കുള്ളതാ? ന്യായപ്രമാണത്തിനുള്ളതല്ല, പിന്നെയോ ക്രിസ്തുവിനുള്ളതാ. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ
പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുതി തെറ്റിക്കരുത്. ഈ ഒരു വാക്യം പ്രത്യേകമായി ഓർക്കേണ്ടതാ. ഇന്ന് ദൈവസഭയിൽ കൂടെ സ്വൈരവികാരം നടത്തിക്കൊണ്ട് ദൈവമക്കളെ ചതിക്കുന്ന കള്ള അപ്പോസ്തലന്മാരും കള്ള പ്രവാചകന്മാരും കള്ള ഉപദേഷ്ടാക്കന്മാരും ദൈവസഭയിൽ എന്തെല്ലാം സ്ഥാനികളുടെ പേര് പറയാമോ അതിനെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ കാര്യമായി പറയുന്നത് അവർ പ്രവചനം പറഞ്ഞാലും ദൂത് പറഞ്ഞാലും വെളിപ്പാട് പറഞ്ഞാലും ദർശനം പറഞ്ഞാലും ഇങ്ങേയറ്റം അന്യഭാഷ വ്യാഖ്യാനിച്ചാലും അതിലെല്ലാം തകരാറുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ടൈപ്പുകാരെ നാം സ്വീകരിക്കരുതെന്നാണ് പറഞ്ഞേ. ഒത്തിരി താഴ്മയുള്ളവരായിട്ട് നമുക്ക് തോന്നും. ദൈവാരാധനയല്ല അവർ നടത്തുന്നത്. അവരെന്തിനെ ആരാധിക്കുന്നത്? ദൂതന്മാരെ ആരാധിക്കുന്നവരാ. അതിലൊക്കെ അവർ രസിക്കും. അങ്ങനെയുള്ളവർ എന്ത് ദർശനത്തിലേക്കാണ് പോകുന്നത്? ദൈവദർശനത്തിലേക്കല്ല, പിന്നെയോ സ്വന്തം ദർശനമുണ്ട്. അപ്പോൾ ദൈവിക ദർശനമുണ്ട്, മാനുഷിക ദർശനമുണ്ട്, സാത്താന്യ ദർശനവുമുണ്ട്. അത് മൂന്നും നമ്മൾ ഓർത്തോണം. സ്വന്തം ദർശനത്തിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും, അക്ഷരം കൊല്ലുന്നു, അറിവ് ചീർപ്പിക്കുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ചീർപ്പിക്കുന്ന ഒരുപിടി അനുഭവങ്ങളുണ്ട്. ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും. ആരാ തല? സഭയുടെ തല ആരാ? കർത്താവ്. കർത്താവിനെ മുറുകെ പിടിക്കത്തില്ല. ഇരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. പരമവിളിയുടെ ലാക്കിലേക്കായി വിരുദ്ധനായി ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് അല്ലേ? ഇനിയും ക്രിസ്തുവിനെ നേടണം. ന്യായപ്രമാണത്തിൻ്റെ നീതിയല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ നീതി തന്നെ എനിക്കിനിയും പ്രാപിക്കണം. അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയോട് ഇനിയും കൂട്ടായ്മ കൂടണം. അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി ഇനിയും എനിക്ക് അനുഭവിക്കണം. എനിക്ക് അവനിൽ ഇനിയും ഇരിക്കണം. അവനാൽ ഞാൻ ഇനിയും നിറയണം. അതുകൊണ്ട് പരമവിളിയുടെ വിരുദിലേക്ക്, ലാക്കിലേക്കായിട്ട് ഞാൻ ഓടുന്നു. അതുകൊണ്ട് നമ്മുടെ ലാക്ക് ആ വിരുത് തെറ്റിക്കരുതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തീയമായി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആ വിരുത് ആരും തെറ്റിച്ച് കളയാനായിട്ട് ഇടയാകരുത്. കാരണം തലയായവനിൽ നിന്നല്ലോ, ക്രിസ്തുവിൽ നിന്നല്ലോ ശരീരം മുഴുവൻ, സഭയാകുന്ന ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത്. ക്രിസ്തുവിൽ വേരൂന്നി ആത്മീക വളർച്ച പ്രാപിക്കുക എന്ന് ആദ്യം പറഞ്ഞതിൻ്റെ വിശദീകരണങ്ങളാണ്. നമ്മുടെ വിഷയത്തിലേക്ക് രണ്ടാമത് കടന്നു വരാം. 20-ാമത്തെ വാക്യമാണ്. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ. അതിന് മരിച്ചോ ഇല്ലയോ എന്ന് ആരാ ഉത്തരം പറയേണ്ടത്? ഇപ്പം പൗലോസ് പറയുകയാ, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾ എന്നറിയപ്പെടുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചു എങ്കിൽ. മരിച്ചോ ഇല്ലയോ എന്ന് ആരാ ഉത്തരം പറയണ്ടേ? മരിച്ചു എങ്കിൽ. മരിച്ചവരായ നിങ്ങളെന്നല്ല പറയുന്നത്, മരിച്ചു എങ്കിൽ. മരിച്ചിട്ടുണ്ടെങ്കിൽ അതാരാ തീരുമാനിക്കേണ്ടത്? ശോധന ചെയ്യേണ്ടത് അവനവനാ. മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ ഇനി മാനുഷകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി ഇനി ഒരു മാനുഷകൽപ്പനകളോ മാനുഷിക ഉപദേശത്തിനോ ഒരിക്കലും അടിമപ്പെടുവാൻ പാടില്ല. ന്യായപ്രമാണം സംബന്ധിച്ച് ഒരു വ്യക്തി മരിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കാത്തവൻ അതിന് അടിമപ്പെട്ടിരിക്കും. ന്യായപ്രമാണത്തിന് മരിക്കാത്ത മനുഷ്യൻ അതിനടിമപ്പെട്ടിരിക്കും. പാപത്തിന് മരിക്കുന്ന പോലെ തന്നെ, പഴയ മനുഷ്യന് മരിക്കുന്ന പോലെ തന്നെ ന്യായപ്രമാണത്തിന് മരിക്കണമെന്നും ജഡത്തിന് മരിക്കണമെന്നും ഒക്കെ നമ്മൾ 4 കാര്യം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ 4 അനുഭവമുള്ളവരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ആത്മീകമായി ജീവിക്കുന്നവർക്ക് നരകശിക്ഷാവിധി ഇല്ല, വിട്ടുപോയിരിക്കുന്നു എന്ന് പറയുന്നത്. ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാം, പക്ഷേ മനുഷ്യൻ്റെ കൽപ്പന അനുസരിക്കേണ്ടതില്ല. ദൈവത്തിൻ്റെ ഉപദേശം നമ്മൾ അനുസരിക്കണം, പക്ഷേ മാനുഷിക ഉപദേശങ്ങൾക്ക് അനുസരിക്കാൻ നമുക്ക് യാതൊരു ബാധ്യതയുമില്ല. അതനുസരിക്കാൻ പോകുമ്പോൾ എന്നതൊക്കെ പറയണേ? പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നിങ്ങനെയുള്ള ചട്ടങ്ങൾ. ഇടത്തോട്ടും പോകാൻ മേല, വലത്തോട്ടും പോകാം. മനുഷ്യനെ അനക്കൂല്ല ഈ ന്യായപ്രമാണത്തിൻ്റെ ചട്ടങ്ങൾ. ഒരടി പോലും മുമ്പോട്ടും വിടൂല്ല, ഇല്ലേ? അങ്ങനെയാ അതിൻ്റെ ആ കർശനത്വം എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ന്യായപ്രമാണം സംബന്ധിച്ച് നിങ്ങൾ ക്രിസ്തുവിന് മരിച്ചെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കുന്നത് എന്ത്?
അത് രണ്ടും കൂടെ നടക്കുന്നില്ല. രണ്ടും നിങ്ങൾ നടക്കുന്നുവെങ്കിൽ ഏതെങ്കിലും ഒന്നേ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളൂ. ഒന്നുകിൽ നിങ്ങൾ ന്യായപ്രമാണം സംബന്ധിച്ച് ക്രിസ്തുവിന് മരിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണം സംബന്ധിച്ച് ക്രിസ്തുവിന് മരിച്ചു. മരിച്ചവരും ജീവിക്കുന്നവരും തമ്മിൽ, മരിക്കാതിരിക്കുന്നവരും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വ്യത്യാസങ്ങൾ എങ്ങനെയെന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല, വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പൗലോസ് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എറണാകുളം ടൗണിൽ ഒരു കാര്യത്തിന് രാവിലെ നമ്മൾ പോയതാ. രാത്രി 10 മണി വരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു. ഇതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കണ്ടേ? വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കും, മറ്റേ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ അവിടെ കയറും. അവിടെ കയറിയേച്ച് ഇറച്ചി വേണമെന്ന് ചോദിച്ചു, ഇറച്ചിക്കറി കൊണ്ടുവന്നു. ഇനിയിപ്പോൾ അത് എന്തിൻ്റെയാണ് ഇല്ലേ? അത് അറുത്തതാണോ അറുക്കാത്തതാണോ? ഇങ്ങനെയൊക്കെ മീൻ കൊണ്ടുവന്നു. അത് ചെതുമ്പലുള്ളതാണോ ചെതുമ്പലില്ലാത്തതാണോ? കാരണം ന്യായപ്രമാണത്തിൽ ഇതിനെല്ലാം വ്യവസ്ഥയുണ്ടല്ലോ ഇല്ലേ? ഇതെല്ലാം ചോദിച്ച് പിടിച്ച് ഹോട്ടലുകാർക്ക് വല്ലതും അറിയാവോ? ആണെങ്കിൽ സത്യം പറയുമോ? മുരിക്കിടാങ്ങളെ ആട്ടിറച്ചാക്കി തരുന്ന വിദഗ്ധ പാർട്ടികൾ ഇതിപ്പം പട്ടിയെ തിന്നുന്ന ഒത്തിരി ആളുകളുണ്ട് ലോകത്തിൽ. ഈ ഒത്തിരി ആളുകളുണ്ട്. പണ്ട് നമ്മുടെ അത് വേണ്ട, ഇതിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ മനുഷ്യ കൽപ്പനകൾക്ക് കീഴ്പ്പെടരുത് എന്നാ പൗലോസ് അപ്പോസ്തലൻ അന്ന് പറഞ്ഞു. നിങ്ങൾ ചന്തയിൽ ചെന്ന് ഭക്ഷണം വാങ്ങുമ്പോൾ അവൻ തരുന്നത് കഴിക്കുക, എന്താണെന്ന് അന്വേഷിക്കാൻ പോകണ്ട. പ്രാർത്ഥനയാലും സ്തോത്രത്താലും ഭോജ്യങ്ങളെല്ലാം ശുദ്ധീകരിക്കപ്പെടും, അത്രയും ചെയ്താൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏത് ഭക്ഷണ പദാർത്ഥങ്ങളെയും പ്രാർത്ഥനയാലും സ്തോത്രത്താലും ശുദ്ധീകരിക്കാനായിട്ട് കഴിയും. ശുദ്ധീകരിക്കാനായിട്ടുള്ള ഔഷധം കയ്യിലുണ്ടെങ്കിൽ ഇനിയിപ്പം കുഴപ്പമുണ്ടോ? ഇല്ല. ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നതാ, അത് ഉപയോഗിച്ച് നശിച്ചു പോണതാ. അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത്, ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. ഈ ജഡാഭിലാഷം അടക്കിക്കൊണ്ട് അങ്ങനെയൊന്നും ചെയ്തിട്ട് വലിയ പ്രയോജനം ഒന്നും കിട്ടത്തില്ല എന്നായി പറയുന്നത്. തികച്ചും ഈ പറയുന്നതെല്ലാം അതിൻ്റെ 16-ാമത്തെ വാക്യം മുതൽ 23-ാമത്തെ വാക്യം വരെയുള്ളത് ന്യായപ്രമാണത്തിൽ നിന്ന് വിടുതൽ, സ്വാതന്ത്ര്യവും ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഇനി അതിൻ്റെ പുറകെ പോകരുത് എന്നിങ്ങനെയുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ, പാപത്തിന് മരിക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മരിച്ചു എങ്കിൽ ഇനി അതിലേക്ക് അതനുസരിച്ച് ജീവിക്കാൻ പോകരുത്. അടുത്തത് പ്രധാനപ്പെട്ട കാര്യം 3-1, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. മരിക്കാതെ ഉയർക്കാൻ പറ്റുമോ? മരിക്കാതെ അടക്കാൻ പറ്റുമോ? അടക്കാതെ ഉയർക്കാൻ പറ്റുമോ? ഇല്ല. ഉയർക്കാതെ ജീവിക്കാൻ പറ്റുമോ? വാഴാൻ പറ്റുമോ? ഇല്ല. ആ വാക്യങ്ങളെല്ലാം വേദപുസ്തകത്തിലുണ്ട്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, അതിന് മറുപടി പറയേണ്ടത് ആരാ? ഞാൻ യേശു ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവനാണോ അല്ലയോ എന്ന് അവനവനത് പറയേണ്ടത്. എങ്കിൽ അപ്പം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഒരു മനുഷ്യൻ, ന്യായപ്രമാണത്തിൽ മരിച്ചിരിക്കുന്ന മനുഷ്യൻ, ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന മനുഷ്യൻ, ക്രിസ്തുവിൽ ഉയർക്കാതിരിക്കുകയും ന്യായപ്രമാണത്തിന് മരിക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാട് ഉണ്ടാവുമോ? ഉണ്ടാകത്തില്ല. ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. പാപം സംബന്ധിച്ച് മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റാലും, പഴയ മനുഷ്യൻ സംബന്ധിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റാലും, ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റാലും, ജഡം സംബന്ധിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റാലും, പിന്നെ ഈ ഉയർത്തെഴുന്നേറ്റ വ്യക്തി എവിടെയായിരിക്കും? ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. പിന്നെയും നമ്മൾ ഭൂമിയിലുള്ളതാണ് അന്വേഷിച്ച് നടക്കുന്നതെങ്കിൽ ഈ പറയുന്ന ആത്മീയ അനുഭവം നമ്മളെ തൊട്ട് തീണ്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥം. അപ്പോൾ നമ്മൾ പ്രാപിച്ചു എന്ന് പറയുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് തോന്നിയാലും അതൊന്നും അങ്ങനെ യാഥാർത്ഥ്യമായി നമ്മൾ പ്രാപിച്ചതല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് തോന്നും നാം അങ്ങനെ പ്രാപിച്ചു, ഇങ്ങനെ പ്രാപിച്ചു, ഇന്നത് ഇങ്ങനെ എന്നൊക്കെ തോന്നിയാലും ഈ ഫലമില്ലെങ്കിൽ, ഈ
ഇതില്ലെങ്കിൽ അത് നടക്കത്തില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ അതിൻ്റെ ലക്ഷണം എന്താ? ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായി ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. എന്നിട്ട് പറയുകയാ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. അന്വേഷിക്കാൻ പറഞ്ഞു, ഇപ്പം ചിന്തിക്കാൻ പറഞ്ഞു. ഭൂമിയിലുള്ളത് അന്വേഷിക്കാവോ? പറ്റില്ല. ഭൂമിയിലുള്ളത് ചിന്തിക്കാവോ? പറ്റത്തില്ല. ചിന്തിക്കുന്നതും അന്വേഷിക്കുന്നതും ഇനി എവിടുത്തെ ആയിരിക്കണം? ഉയരത്തിലുള്ളതായിരിക്കണം. എന്നാ നമ്മളവിടെ പറഞ്ഞത്, നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. കർത്താവ് വെളിപ്പെടുമ്പോൾ നമ്മളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അതാണ് ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച്. ഇനി ക്രിസ്തുവിൽ മരിക്കുക, ക്രിസ്തുവിൽ ഉയർക്കുക, ഉയരത്തിലുള്ളത് അന്വേഷിക്കുക എന്ന് പറഞ്ഞ ഈ അടിസ്ഥാനപരമായിരിക്കുന്ന ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ വിശദീകരണങ്ങളാ താഴോട്ട് കൊടുക്കുന്നത്. ഇത് ജോയി പാസ്റ്റർ പണ്ട് ഇവിടെ ആരാധനയ്ക്ക് ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞു കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ചില അവയവങ്ങളെ നമ്മൾ മരിപ്പിക്കണം, അല്ലെങ്കിൽ കൊല്ലണം. അത് എത്ര അവയവങ്ങളാ? ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. 5 കൂട്ടം കാര്യങ്ങളെ ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. മരിച്ചുയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലേത് അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുന്നു എങ്കിൽ, ഭൂമിയിലുള്ളത് ചിന്തിക്കാതെയും അന്വേഷിക്കാതെയും ഇരിക്കുന്നു എങ്കിൽ ഇതിനെ മരിപ്പിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ മരിപ്പിക്കണം. അപ്പം എന്താ ക്രൂശിക്കപ്പെടുക, എന്താ അടക്കപ്പെടുക, എന്താ ഉയർത്തെഴുന്നേൽക്കുക? വളരെ വ്യക്തമായിട്ട് ഈ മരിപ്പിക്കുക എന്നുള്ള പദം നമ്മുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്യട്ടെ. 5 കൂട്ടം കാര്യങ്ങളെ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഈ അവസ്ഥയിൽ ജീവിക്കുന്നുവെങ്കിൽ അവരുടെ മേൽ എന്തു വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവരനുസരണം കെട്ടവരും ദൈവകോപം വരുന്നവരുമാണ്. ദൈവകോപം അവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങൾ മുമ്പേ അവയിൽ നടന്നു പോകുന്നു. നിങ്ങൾ മുമ്പതിൽ ജീവിച്ചിരുന്നപ്പോൾ ഇതിൽ നടന്നു പോകുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയാണോ? നിങ്ങൾ മരിച്ചു ഉയർത്തെഴുന്നേറ്റു. ഇപ്പോഴോ നിങ്ങളും, ഇനി അടുത്ത കുറേ വിഷയങ്ങൾ, കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, ഇവയൊക്കെയും വിട്ടുകളവീൻ. 5 കാര്യത്തിന് മരിക്കണം, 5 കാര്യം വിട്ടുകളയണം. വിട്ടുകളയണം. ഇത് വിട്ടുകളഞ്ഞാൽ മതി. മറ്റതിന് മരിച്ചാൽ പിന്നെ അത് പിന്നെ വരാൻ പറ്റത്തില്ല. ഇത് വിട്ടുകളഞ്ഞാൽ പൊക്കോളും. 5 കാര്യങ്ങൾ വിട്ടുകളയുക. എന്നിട്ട് വേറെ ചില നിർദ്ദേശം, അന്യോന്യം ഫോഷ്ക്ക് പറയരുത്. നിങ്ങളുടെ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോട് കൂടെ ഉരിഞ്ഞു കളഞ്ഞ്, ഇനി പറയുകയാ, ഉരിഞ്ഞു കളയണം. ഈ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞ ആ വസ്ത്രം ധരിക്കാൻ എന്ന് പറയുന്ന പോലെയുള്ള ആ ഒരാശയത്തിലാണ് പറയുന്നത്. പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോട് കൂടെ ഉരിഞ്ഞു കളയണം. തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നവരാണ് എന്നാ പറയുന്നത്. അതങ്ങനെ തന്നെ ആയിരിക്കണം. അങ്ങനെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുന്നവരായ ആളുകളുടെ സമൂഹത്തിൽ എന്ത് വ്യത്യാസമില്ല. യവനനും യഹൂദനുമെന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവുമെന്നില്ല, ബർബരൻ ശകനെന്നില്ല, ദാസൻ സ്വതന്ത്രനെന്നുമില്ല, ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. ഇപ്രകാരമായി ആത്മീയ ഐക്യത ജാതിമത വർഗവർണ്ണ വ്യത്യാസത്തിന് അതീതമായിട്ടുള്ള ഐക്യത എന്ന് പറയുമ്പോൾ നമുക്കതിന് കഴിയുന്നില്ലെങ്കിൽ മറ്റേ പരിപാടികൾ അകത്ത് കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ഒന്നായിട്ട് ക്രിസ്തുവിൽ ഒന്നായിട്ട് കാണുവാൻ കഴിയാതിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി ഇനി ധരിക്കേണ്ട കാര്യമാണ് മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിക്കണം. 5 കാര്യങ്ങൾ ധരിക്കണം. 5 കാര്യങ്ങൾ മരിക്കണം, 5 കാര്യങ്ങൾ വിട്ടുകളയണം,
പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയണം, പുതുമനുഷ്യനെ ധരിക്കണം. ഇപ്പോൾ 5 വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് പിന്നെയും പറയുന്നു. അന്യോന്യം ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കണം. ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കണം. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം. എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കണം. എല്ലാത്തിലും പുറമേ ധരിക്കുന്ന ഓവർകോട്ട്, പുറംകുപ്പായം എന്ന് പറയുന്നത് എന്താണ്? ദൈവസ്നേഹം. ദൈവസ്നേഹം. ആ ദൈവസ്നേഹത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സവിസ്തരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അകമേയുള്ള വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന സുഹൃതങ്ങളാണ്, അല്ലേ? ദൈവിക സ്വഭാവങ്ങളാണ്. അതെല്ലാം കവർ ചെയ്തുകൊണ്ട് ഏറ്റവും പുറമേ ധരിക്കേണ്ട ആ വസ്ത്രമാണ് ദൈവസ്നേഹം, സമ്പൂർണതയുടെ ബന്ധമായ. അപ്പോൾ ഈ ബന്ധം എന്ന് പറയുന്നത്, സമ്പൂർണ്ണതയുടെ ബന്ധം എന്ന് പറയുന്ന ആരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാ? നാം ദൈവത്തെയും സഹജീവികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബന്ധമാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ ഫലം തന്നെ ആരംഭിക്കുന്നത് ദൈവസ്നേഹത്തിലാണ്, അവസാനിക്കുന്നത് ഇന്ദ്രിയ ജയത്തിലാണ്. ദൈവികമായി ആരംഭിച്ച് മാനുഷികമായി വളർന്ന് അടുത്തത് അവനവനോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ പൂർത്തീകരിക്കപ്പെടുന്ന നവഫലമാണ് ആത്മാവിൻ്റെ. അത് തുടങ്ങുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ നിലനിൽക്കുന്ന 3 വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇതിൽ വലിയത് സ്നേഹമാണ് എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടും ഇരിക്കുന്നത്. നമ്മൾ ഏക ശരീരമാണെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. നന്ദിയുള്ളവരായും ഇരിപ്പീൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ, വിവാഹ ശുശ്രൂഷ നടത്തുമ്പോൾ ഇത് വായിച്ച് കേൾപ്പിക്കാറുണ്ട്. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടും ഇരിപ്പീൻ. ഇത് കർത്താവായിരിക്കുന്ന യേശു തലയായിരിക്കുമ്പോൾ അവൻ്റെ ശരീരമാകുന്ന ദൈവസഭയിലെ അംഗങ്ങളുടെ ആത്മീകമായ ചേർച്ചകളും അവർക്ക് വരേണ്ട രൂപാന്തരങ്ങളുമാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവും സഭയും തമ്മിലായിരിക്കുന്ന പോലെയാണ് ഭൂമിയിൽ ദൈവമക്കൾ ഭാര്യ ഭർത്താക്കന്മാരായി വിവാഹബന്ധത്തിലേക്ക് വരുമ്പോൾ എന്ന് എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഈ വേദഭാഗം അപ്പോൾ അവരെ വായിച്ച് കേൾപ്പിക്കുന്നത്. ഇനി എഫേസ്യ ലേഖനത്തിൽ എന്ന പോലെ തന്നെ ഇവിടെയും അടുത്ത കാര്യം പറയുന്നത് കുടുംബ ബന്ധങ്ങൾ ശരിയാക്കണം. ഈ അനുഭവത്തിലേക്ക് വന്നിരിക്കുന്നവർ കുടുംബ ബന്ധങ്ങൾ ശരിയാക്കിയിരിക്കണം. കുടുംബ ബന്ധങ്ങൾ ശരിയാക്കിയിരിക്കണം. അത് പറഞ്ഞാൽ ഇവിടെ ഭാര്യമാരും ഭർത്താക്കന്മാരും തമ്മിൽ ഉള്ള ബന്ധം ശരിയാകണം. അതാദ്യം പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ ലേഖനത്തിലും അങ്ങനെയാണ്. അതെന്താ അങ്ങനെ പറയാൻ ഇടയായത്? എഫേസ്യ 5:18 വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിന് പകരം ആത്മാവ് നിറഞ്ഞവരായി ഇരിപ്പീൻ, അല്ലേ? ആത്മാവ് നിറഞ്ഞവരാകുവീൻ എന്നിട്ടാ പറഞ്ഞിരിക്കുന്നത്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും ദൈവവും പിതാവുമായവനെ സകലത്തിലും മഹത്വം കരയേറ്റിയും ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടും ഇരിക്കുക. ആ ആത്മനിറവും അതിൻ്റെ 7 അനുഭവവും പറഞ്ഞിട്ട് 7ാമത്തെ അനുഭവമായിരിക്കുന്ന അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണമാണ് അവിടെ പറഞ്ഞത്. ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ മാതാപിതാക്കൾ, ദാസന്മാർ യജമാനന്മാർ, ദൈവസഭയും അന്ധകാര ശക്തികളും. ഇത്രത്തോളം ബന്ധം പറഞ്ഞത് അവസാനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെയാണ് അതിൻ്റെ മറ്റൊരു വിവർത്തനമാണ് ഈ കൊലോസ്യ ലേഖനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇവിടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകുമെണ്ണം കീഴടങ്ങുവീൻ, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കയ്പായിരിക്കരുത്. ഇത് ചുരുക്കിയാ പറഞ്ഞിരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാരെങ്ങനെയായിരിക്കണം. അടുത്തത്, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള കാര്യം ചുരുക്കമായി പറഞ്ഞിരിക്കുന്നു. ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടെ അത്രേ
അനുസരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ. പിന്നെ അതിൻ്റെ 4:1 കൊണ്ട് യജമാനന്മാരെ നിങ്ങൾക്ക് സ്വർഗത്തിൽ യജമാനൻ ഉണ്ടെന്നറിഞ്ഞ് ദാസന്മാരുടെ നീതിയും ന്യായവും ആചരിപ്പീൻ. എന്നിട്ട് 24-ാമത്തെ വാക്യം, അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും, ദൈവത്തിന് മുഖപക്ഷമില്ല. മനുഷ്യബന്ധങ്ങൾ ശരിയായിരിക്കണമെന്ന് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മുടെ ഈ ആത്മീയ കാര്യങ്ങളൊക്കെ ലോകം കാണുന്നതിന് മുമ്പേ അവർ ആദ്യമായി നോക്കുന്നത് ഏത് ബന്ധം ശരിയാണോ എന്നാ. ഈ രക്ഷിക്കപ്പെട്ടവരുടെ കുടുംബ ബന്ധം. ഇപ്പം ഈ പറയുന്ന തിയോളജികളും വിഷയങ്ങളും ഒക്കെ സഭ കൂടി വരുമ്പോഴുള്ള ആരാധനകളും ശുശ്രൂഷകളും ഇതൊന്നും അവർ നോക്കാൻ ആദ്യം വരില്ല. അവരെപ്പോഴും നോക്കുന്നത് എന്താ? കുടുംബ ബന്ധം ശരിയായോ എന്നാ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയാ? വ്യക്തികൾ ഗുണപ്പെട്ടുവെങ്കിൽ, വ്യക്തിപരമായ അനുഭവമല്ല ഇതിനകത്ത് ഓരോരുത്തരുടെയും പറയുന്നത്. വ്യക്തികൾ ശരിപ്പെട്ടുവെങ്കിൽ പിന്നെ എന്ത് ശരിയാകും? കുടുംബം ശരിയാകും. വ്യക്തികളും കുടുംബവും ശരിയാകുന്നുവെങ്കിൽ അവർ വന്നുകൂടുന്ന ദൈവസഭ ക്രിസ്തുവിൻ്റെ ശരീരമായിട്ടുള്ള ബന്ധത്തിൽ അത് ശരിയാകും. അതുകൊണ്ട് സഭ ശരിയാക്കിയിട്ട് കുടുംബം ശരിയാക്കാനോ കുടുംബം ശരിയാക്കിയിട്ട് വ്യക്തികൾ ശരിയാക്കാനോ നോക്കിയാൽ നടക്കുമോ? നടക്കത്തില്ല. അത് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്. ഈ വചനത്തിലെ പറച്ചിലെല്ലാം ഉന്നതമായ കാര്യം പറഞ്ഞു തുടങ്ങിയിട്ട് ഏറ്റവും ഒന്നാമത് തുടങ്ങുന്ന ആദ്യ കാര്യത്തിലേക്ക് കൊണ്ടുവന്ന് അവസാനിപ്പിക്കും. നമ്മളത് പ്രായോഗികമായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി ഇവിടേക്ക് വന്ന് അവസാനിപ്പിക്കണം. ലോകത്തിൻ്റെ മുമ്പിൽ മറ്റേ കാര്യാദികളൊക്കെ ഒന്നുമല്ല നോക്കുന്നത്. നമ്മളിപ്പം വെജിറ്റേറിയൻ കഴിച്ചോ നോൺ വെജിറ്റേറിയൻ കഴിച്ചോ ഇവരുടെ ഭക്ഷണം അവർക്ക് അത്രയും അറിയാം. ഇയാൾ വെജിറ്റേറിയൻ, അയാൾ നോൺ വെജിറ്റേറിയനാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഇതായ വിശുദ്ധിയും കാര്യം ഇതുവല്ലോ അവർ നോക്കുമോ? ഇല്ല. അതുകൊണ്ട് ദൈവികമായ രൂപാന്തരം സംഭവിച്ചിരിക്കുന്ന ദൈവിക അനുഭവങ്ങൾ പ്രാപിച്ചവരിലൂടെ ആദ്യം എന്താണ് ഈ മാതൃക വരേണ്ടത്? എവിടെയാ? എനിക്കും നിങ്ങൾക്കും കുടുംബത്തിലൂടെയാണ്. വ്യക്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വ്യക്തി, കുടുംബത്തിൽ ഉള്ള വ്യക്തികൾ അതാ. അപ്പോൾ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ദൈവമക്കളല്ലെങ്കിൽ, രക്ഷിക്കപ്പെട്ടവരല്ലെങ്കിൽ അവിടെ കൂടുതൽ സഹിച്ചും ക്ഷമിച്ചും താണും കൊണ്ടുപോകേണ്ടത് ആര് തന്നെയാണ്? രക്ഷിക്കപ്പെടാത്തവരാണോ? അല്ല, അവർക്കതിൻ്റെ ആവശ്യമില്ല. അത് ഇവരാ കൊണ്ടുപോകേണ്ടത്. സാക് പുനൻ എഴുതിയ ഏതോ പുസ്തകത്തിൽ, ഒന്നിലധികം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എനിക്കും അതിനെക്കുറിച്ച് അടുത്ത കാലം വരെ ഒരു ബോധമില്ലായിരുന്നു. കർത്താവ് ജനിച്ചു, വളർന്നു, പിന്നെ ശിശുവായിരുന്നപ്പോൾ ദേവാലയത്തിൽ കൊണ്ടുപോയി കാഴ്ചയർപ്പണം നടത്തി, പിന്നെ ഇങ്ങോട്ട് വന്നു. പിന്നെ 12-ാമത്തെ വയസ്സിൽ പെസഹ പെരുന്നാളിന് പോയിട്ട് അവരിങ്ങോട്ട് പോന്നു. കർത്താവ് അവിടെ ഇരുന്ന് അവരറിഞ്ഞില്ല. പിന്നെ തിരിച്ച് ചെന്ന് അവർ ഒന്നിച്ചിങ്ങ് പോന്നു. പിന്നെ വേദപുസ്തകത്തിൽ കാണുന്നത് തൻ്റെ പരസ്യപ്രവർത്തനം തുടങ്ങിയപ്പോൾ ദേവാലയത്തിൽ ചെന്നു. പിന്നെ അവസാനം ദേവാലയത്തിലേക്ക് ചെന്ന് ഓശന എഴുന്നള്ളത്തിൽ കണ്ടു പോന്നു. ഇങ്ങനെ ദേവാലയത്തിൽ താനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ജീവിതങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ ആ 30 കൊല്ലത്തെ ജീവിതം, താൻ സ്നാനപ്പെട്ടതും പരിശുദ്ധാത്മാവ് തന്നിൽ വന്നതും കർത്താവ് നിയോഗിച്ച ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിത്തിരിച്ച 3.5 കൊല്ലത്തെ കാര്യമായി ബൈബിളിൽ അധികവുമുള്ളൂ. മറ്റേത് ചുരുക്കമായിട്ടേ ഇതിനകത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് എഴുതിയത് ഈ 30 കൊല്ലം. അന്ന് 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി പോന്നിട്ട് പിന്നീട് നമ്മൾ വായിക്കുന്നത് താൻ തൻ്റെ മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങി ഇരുന്നു. കുടുംബം വിട്ട് 30-ാമത്തെ വയസ്സിൽ പിതാവിൻ്റെ പ്രസാദകരമായ ശുശ്രൂഷ നിവർത്തിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നിടം വരെ താൻ കീഴ്പ്പെടേണ്ടവർക്ക് മുഴുവൻ കീഴ്പ്പെട്ടിരുന്നു. അപ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെ കാര്യം എഴുതിയിട്ടുണ്ട്. യോസേപ്പുണ്ട്, ജനിച്ചപ്പം മുതലുള്ള കാര്യമേ. യോസേപ്പൊക്കെ എന്ന് മരിച്ചെന്നൊന്നും കൃത്യം നമുക്കറിയത്തില്ല. മറിയാം പെന്തക്കോസ്തിൽ ഉണ്ടായിരുന്നു. തൻ്റെ ക്രൂശ് മരണീകര സമയത്ത് യോഹന്നാനെ ഏൽപ്പിച്ചു. അങ്ങനെ പിന്നെ ആ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ കർത്താവിൻ്റെ കുടുംബത്തിൽ എത്ര പേരുണ്ടായിരുന്നു? തൻ്റെ അമ്മ, തൻ്റെ വളർത്തപ്പൻ, പിന്നെ തനിക്ക് സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അതിനെ സംബന്ധിച്ചൊക്കെ പല വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും 4 സഹോദരന്മാരുണ്ടെന്നും സഹോദരിമാരെന്ന് പറഞ്ഞതിനാൽ ഒന്നിൽ കൂടുതൽ 2 എന്ന് വായിക്കാം. 6 സഹോദരങ്ങളും താനും 7 പേര് ഈ ഒരു കുടുംബത്തിൽ വളർന്നു വന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ വരുമാനങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. യോസേപ്പ് തച്ചൻ പണി ചെയ്താണ് ആ കുടുംബം
നടത്തുന്നത്. മറിയാം എന്ത് പണി ചെയ്യും? തയ്യൽ, അല്ലേ? തയ്യൽ പണി ചരിത്രത്തിലൊക്കെ, കന്യക മറിയാമിൻ്റെ ചരിത്രത്തിലൊക്കെ അത് എഴുതിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് ഈ കുടുംബം കൊണ്ടുപോകുമ്പോൾ ഇതിനകത്ത് ഈ തൻ്റെ ശിഷ്യന്മാർ പോലും തൻ്റെ സഹോദരന്മാർ പോലും താൻ മരിക്കുന്നിടം വരെ വിശ്വസിച്ചതാണോ? ഇല്ല. ഭയങ്കര പോരാട്ടമാണ്. തൻ്റെ യാതൊരു തത്വസംഹിതകളും അവർ അംഗീകരിക്കത്തില്ല. തന്നെ പോലും അവർ ഉൾക്കൊള്ളുന്നില്ല. ഇതെല്ലാം സഹിച്ചും എന്ത് കുറവ് വന്നാലും ആർക്കേ വരത്തുള്ളൂ? തനിക്കേ വരത്തുള്ളൂ. പിന്നെ തൻ്റെ അമ്മയ്ക്ക് വരത്തുള്ളൂ. കാരണം ദൈവിക സ്വഭാവം കൂടുതലായിട്ടുള്ളവർ താനും, അത് കഴിഞ്ഞാൽ തൻ്റെ മാതാവും, അത് കഴിഞ്ഞാൽ തൻ്റെ വളർത്തപ്പനുമാണ്. മറ്റവരുടെ കാര്യം നമുക്കറിയത്തില്ല. ഇവന് ഭൂതമുണ്ടെന്നും ഇവന് ഇല്ലേ, പല കാര്യങ്ങൾ അവർ അഭിപ്രായ സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ ഇന്നത്തേതുപോലെ ഓരോരുത്തർക്ക് താമസിക്കാൻ ഓരോ മുറികൾ വല്ലതും ഉള്ള ബംഗ്ലാവ് വല്ലതും ഉണ്ടോ? അന്നത്തെ രീതിയിൽ വെറും ഒരു ചെറിയ കുടുംബം, നസറേത്തിലെ തച്ചൻ്റെ കുടുംബം. അപ്പോൾ ഈ കാലഘട്ടം മുഴുവൻ ആര് സഹിച്ച് ജീവിച്ചു? അപ്പനെ അനുസരിച്ച്, ഈ അമ്മയെ അനുസരിച്ച്, ഈ സഹോദരങ്ങളെ അനുസരിച്ച് അടങ്ങി ഒതുങ്ങി അവിടെ ഒന്നും പാപം ചെയ്യാതെ പിറുപിറുക്കാതെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും ആര് ജീവിച്ചു? കർത്താവായ യേശു ജീവിച്ചു. കുടുംബത്തോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ, യഹൂദ സഭയോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ ഇതിനേക്കാൾ കഷ്ടം. നാട്ടിൽ പ്രവർത്തിക്കാൻ ഇടങ്ങിയിട്ട് ഇതിനേക്കാൾ കഷ്ടം. അപ്പോൾ നീണ്ട 33.5 വർഷക്കാലം ഇതുപോലെ സഹിച്ച കർത്താവിൻ്റെ മക്കളാണ് നമ്മളെന്നാ പറയപ്പെടുന്നത്. ഇവിടെ ആര് സഹിക്കുന്നു? ആര് ക്ഷമിക്കുന്നു? ഞാൻ പറഞ്ഞത്, കർത്താവ് 3.5 കൊല്ലക്കാലം പ്രവർത്തിക്കാൻ വേണ്ടി 30 കൊല്ലക്കാലം ക്രിസ്തീയമായി ഒരുങ്ങി സഹിച്ചും ക്ഷമിച്ചും വഹിച്ചും താൻ അതിൽ പ്രാക്ടീസ് എടുത്ത് വളർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തൻ്റെ പരസ്യ ജീവിതത്തെക്കാൾ തന്നെ ഏറെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് എവിടെയാ? കുടുംബത്തിൽ ഒതുങ്ങി ജീവിച്ച ആ ജീവിത കാലഘട്ടത്തിലാണ്. അങ്ങനെ അതിനെക്കുറിച്ചുള്ള ഒരുപിടി വിശദീകരണങ്ങൾ ഇങ്ങനെ എഴുതി വായിച്ചപ്പോൾ ആണ് കർത്താവ് സഹിച്ചതിൻ്റെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അവസ്ഥ. അതുകൊണ്ട് താൻ തൻ്റെ മാതാവിനെയും തൻ്റെ പിതാവിനെയും ജോലി കാര്യങ്ങളിൽ സഹായിച്ചു കൊണ്ടിരുന്നു. താൻ എല്ലാവരെയും സഹായിച്ചു കൊണ്ടിരുന്നു. അപ്പം അതാണ് യേശു. അപ്പം എല്ലാ മണ്ഡലങ്ങളിലും ജനിച്ച അന്ന് മുതൽ മരിക്കുന്നിടം വരെ കർത്താവ് എല്ലാ മണ്ഡലങ്ങളിലും ആർക്ക് മാതൃകയായിരുന്നു? എല്ലാവർക്കും മാതൃകയായിരുന്നു. പ്രത്യേകിച്ച് ആർക്ക് മാതൃകയാകാൻ വേണ്ടിയിട്ടാ താൻ ഇത് സഹിച്ചത്? തന്നിൽ വിശ്വസിക്കുന്ന സഭയ്ക്ക് വേണ്ടിയിട്ട്, അല്ലേ? അവൻ്റെ കാൽച്ചുവട് പിൻപറ്റുവാൻ അവൻ നിങ്ങൾക്ക് ഒരു നല്ല മാതൃക വച്ചേച്ചു പോയിരിക്കുന്നു. അവൻ നടന്ന കാലടികളിൽ കൂടി തന്നെ നടക്കുക എന്ന് അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, അല്ലേ? അതെ, അങ്ങനെ നടക്കാൻ അപ്പോസ്തലൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് കഷ്ടതകളുടെ തീച്ചുളയിലൂടെ കടന്നു പോകേണ്ടി വന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അവസാനം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ, പഴയ മനുഷ്യനെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് പുതുമനുഷ്യനെ ധരിച്ചുവെങ്കിൽ, മരിപ്പിക്കേണ്ടതിനെ മരിപ്പിച്ചും വിട്ടുകളയേണ്ടതിനെ വിട്ടുകളഞ്ഞും ധരിക്കേണ്ടതിനെ ധരിച്ചും ഒക്കെ നമ്മൾ ജീവിച്ച് കുടുംബ ബന്ധങ്ങൾ ശരിയാക്കണം. കുടുംബ ബന്ധങ്ങളെന്ന് പറയുമ്പോൾ ഭാര്യാഭർത്തൃ ബന്ധം, മക്കൾ മാതാപിതാക്കൾ ബന്ധം, ദാസന്മാർ യജമാനന്മാർ ബന്ധം അതെല്ലാം ശരിയാക്കണം. ഓരോ ബന്ധത്തിലും നമ്മുടെ മാതൃക മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാനായിട്ട് ഇടയാകണം. ഇങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠകരമായ ജീവിതം, ഞാൻ പറഞ്ഞത് കൊലോസ്യ ലേഖനം ആത്മീക ജീവിതത്തിൻ്റെ പ്രാക്ടിക്കൽ സൈഡാണ്. യാക്കോബിൻ്റെ ലേഖനം ആത്മീക ജീവിതത്തിൻ്റെ പ്രാക്ടിക്കലാണെങ്കിലും സ്വർഗീയമായ വിഷയത്തിലെ അല്ല അധികം ഉന്നീകരിച്ചിരിക്കുന്നത്. ഭൗതികമായ മനുഷ്യപരമായ ആ വിഷയത്തിലാണ് അധികം. എന്താ യഥാർത്ഥ ഭക്തി? നാവിനെ നിയന്ത്രിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. വിധവമാരെയും അനാഥരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ സൂക്ഷിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. അതാണ് ആത്മീകത. മതഭക്തി അല്ല ഈ പറയുന്നത്. മതഭക്തി വേറെ,
ആത്മിക. യഹൂദ മതത്തിലുള്ളവർക്കെല്ലാം എന്തുണ്ടായിരുന്നു? യഹൂദ മത ഭക്തിയായിരുന്നു. അതിൽ അങ്ങേയറ്റത്തെ ഉയർന്ന അനുഭവമുള്ളവരായിരുന്നു പരീശന്മാർ. സാധുവർക്ക് അത്രയും ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശു മതഭക്തിയെ അംഗീകരിച്ചില്ല. ആത്മീകതയാണ് ആ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഉദ്ദേശിച്ച ആത്മീകതയിലേക്കാണ് കർത്താവ് വിരൽ ചൂണ്ടിയത്. യഹൂദന്മാർക്ക് അത് സാധിച്ചില്ല. എന്നാൽ കർത്താവ് ന്യായപ്രമാണം അനുസരിച്ചപ്പോൾ കൽപ്പനകൾ, പുറമേയുള്ള കൽപ്പനകൾ ആക്ഷരികമായി അനുഷ്ഠിക്കായിരുന്നില്ല. അതിലൂടെ അതിൻ്റെ അന്തസത്തയെ കണ്ട് അത് വിചാരിച്ചാണ് താൻ അനുസരിച്ച് പോകുന്നത്. അതുകൊണ്ട് ആ ബന്ധങ്ങൾ ശരിയാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്മീക വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഉള്ള കാര്യങ്ങൾ കൊലോസ്യ ലേഖനത്തിലും നമ്മുടെ സഹജീവികളോട് ബന്ധപ്പെട്ട ഭൗതിക ജീവിതത്തിൻ്റെ ഒരുപിടി പ്രായോഗിക വിഷയങ്ങൾ യാക്കോബിൻ്റെ ലേഖനത്തിലും വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതുപോലെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന മറ്റൊരു പുസ്തകങ്ങളില്ല. അതെല്ലാം എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതെങ്ങനെ ഫലകരമാക്കാൻ കഴിയും? നമുക്ക് ജഡീകമായ നിലയിൽ സാധ്യമല്ല, ബുദ്ധി കൊണ്ട് സാധ്യമല്ല, അറിവ് കൊണ്ട് സാധ്യമല്ല. അറിവ് നല്ലതാണ്, ബുദ്ധി നല്ലതാണ്, മാനുഷികം നല്ലതാണ്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ ഈ ആധ്യാത്മിക ജീവിതം നയിപ്പാൻ പറ്റത്തുള്ളൂ. കർത്താവിന് പോലും ഈ പരിശുദ്ധാത്മാവിനാൽ മാത്രമാണ് അത് സാധ്യമായത്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് അപ്പോൾ എത്രയോ അധികം നമ്മൾ വിചാരിക്കണം അത് ആത്മാവിനാൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. ആത്മാവ് മാത്രം പോരാ, ഇത് പോകേണ്ട വഴികളാണ് ഈ വചനങ്ങൾ, ദൈവവചനങ്ങൾ. ആ വഴിയിലൂടെ ജീവിക്കാൻ സഹായിക്കുന്നതാരാ? പരിശുദ്ധാത്മാവ്. അങ്ങനെ പരിശുദ്ധാത്മാവും വചനവും കൂടെ നമ്മുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്നാ പറഞ്ഞത്. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ യഹോവ അതിലാക്കും എന്ന് പറഞ്ഞപ്പോൾ കേവലം രക്ഷിക്കപ്പെടുക എന്നുള്ള ഒരു ആരംഭ കാര്യത്തെക്കുറിച്ചല്ല, രക്ഷാ ജീവിതം നയിക്കുന്നവരെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അപ്രകാരമുള്ള ഒരു ക്രിസ്തീയ ജീവിതം എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നു. അതാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം പോലെ സ്വഭാവം വരുന്നവരും, ക്രിസ്തുവിൻ്റെ ജീവിതം പോലെ ഇവിടെ ജീവിക്കുന്നവരും, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ പോലെ ദൈവത്താൽ ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ചെയ്യുന്നവരുമായിട്ടുള്ളവരുടെ ആ ഒരു സമൂഹം മാത്രമായിരിക്കും കർത്താവിൻ്റെ മണവാട്ടിയും കാന്തിയും രാജ്ഞിയും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെയും അതിലേക്കായിട്ട് നമുക്ക് ജീവിക്കാം. നാം എന്നും മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം, നാം എന്നും സമർപ്പിച്ചുകൊണ്ടിരിക്കണം, നാം എന്നും യാഗമായി അർപ്പിച്ചുകൊണ്ടിരിക്കണം, നാം എന്നും പുതുക്കപ്പെട്ടുകൊണ്ട് ഇരിക്കണം. അങ്ങനെയുള്ള ഒരു ജീവിതമാണ്, ഒറ്റയടിക്കുള്ളതല്ല ക്രിസ്തീയ ജീവിതം. രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ മരിക്കുന്നിടം വരെ അല്ല, നാം മരിക്കുന്നതിന് മുമ്പ് കർത്താവ് വന്നാൽ കർത്താവ് വരുന്നിടം വരെയുള്ള ആ ദിവസങ്ങളിലൂടെ മാത്രം ജീവിച്ചും പടിപടിയായി ഉയർന്നും മുമ്പോട്ട് പോകേണ്ട ഒരനുഭവമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആളുകളുടെ എണ്ണമല്ല, ജീവിക്കുന്നവരുടെ എണ്ണമാണ് കർത്താവ് നോക്കുന്നത്. ആത്മീകമായ ആ യോഗ്യതകളാണ് കർത്താവ് നോക്കുന്നത്, ഭൗതികമായ കാര്യാദികളല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് മറ്റേ വിഷയങ്ങൾ ഓർത്താരും ഭാരപ്പെടേണ്ടതില്ല. പത്രോസ് തന്നെ പറഞ്ഞു, ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെയും പിതാവ് നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. നമ്മുടെ ആത്മീക കാര്യങ്ങൾക്ക് വേണ്ടിയതും നമുക്കിവിടെ ജീവനുള്ള മനുഷ്യൻ എന്നുള്ളതിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതുമായ കാര്യങ്ങൾ, ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെയും ദൈവം ദാനം ചെയ്തിരിക്കുന്നു. ശാരീരിക ജീവൻ നിലനിർത്താനും നിത്യജീവൻ വർദ്ധിക്കാനും ഉള്ളതാണ് ജീവൻ എന്ന് പറഞ്ഞത്. മറ്റേത് ജീവൻ ഭക്തിക്ക് വേണ്ടിയതൊക്കെയും ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം ഇപ്രകാരം വലുതായിരിക്കുന്നു. ദൈവഭക്തിയുടെ, അതല്ലേ തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആ ദൈവഭക്തിയുടെ മർമ്മം അനുസരിച്ച് ജീവിച്ചും പ്രവർത്തിച്ചും മുമ്പോട്ട് പോകണം. മറ്റേ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന ജീവനായിക്കൊണ്ടും എന്ത് ധരിക്കും എന്ന വസ്ത്രത്തിനായിക്കൊണ്ടും ശരീരത്തിനായിക്കൊണ്ടും നിങ്ങൾ ചിന്തിച്ച് ആകുല ചിന്ത ഉള്ളവരാകേണ്ടതില്ല. ഇവിടെ വയലിലെ താമരകളും പൂക്കളും ആകാശത്തിൽ കൂടി പറക്കുന്ന പക്ഷികളും ഇതൊന്നും ചിന്തിച്ചിരുന്നില്ല. എങ്കിലും പിതാവായ ദൈവം താൻ സൃഷ്ടിച്ചവ എന്നുള്ള നിലയിൽ അതിനെ പോറ്റി പുലർത്തുന്നു. നിങ്ങളെ എത്രയധികം എൻ്റെ ശിഷ്യന്മാരായി തീരുന്ന നിങ്ങൾ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അപ്പോൾ ഇതൊക്കെയും എൻ്റെ പിതാവ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. ഇപ്രകാരമുള്ള ആ വചനങ്ങൾ
ആണ് നമ്മെ ഭരിച്ചു കൊണ്ടിരിക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു യഥാർത്ഥമായ സമർപ്പണം നമുക്ക് ഉണ്ടാകട്ടെ. നമുക്ക് ഈ ഭൂമിയല്ല, നമ്മുടെ പ്രതിഫലങ്ങൾ മുഴുവൻ പുതുവാന ഭൂമിയിലാണ്. നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടത് പുത്തനാം യെരൂശലേമാണ്. ദൈവമക്കളുടെ സ്വന്തമായ വീടും സ്വന്തമായ സ്ഥലവും സ്വന്തമായ ഇതെല്ലാം അവിടെയാണ്. അങ്ങനെ കർത്താവിനോടുകൂടെ വാഴുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം.